മദ്യനയം മാറ്റുന്നതിനായി ബാർ ഉടമകൾ കോഴ നൽകിയോ? എങ്കിൽ ആരാണ് കോഴയ്ക്ക് പിന്നിൽ? ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഡ്രൈ ഡേ മാറ്റാനായി ഇടപെട്ടോ? എക്സൈസ് മന്ത്രി മറികടന്ന് ടൂറിസം മന്ത്രി മദ്യനയമാറ്റത്തിൽ ഇടപെട്ടോ? മദ്യനയമാറ്റത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരമില്ല. മദ്യനയം മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചകൾ പോലും നടന്നില്ലെന്നാണ് വകുപ്പ് മന്ത്രി MP രാജേഷും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നാൽ മന്ത്രിമാരുടെ പ്രതികരണം ശരിയല്ലെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ മാറ്റാനായി നേരത്തെ തന്നെ ബാർ ഉടമകൾ സർക്കാരിനെ സമീപിച്ചിരുന്നതായും ഡ്രൈ ഡേ മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സർക്കാർ നേരത്തെ നടത്തിയിരുന്നതുമായാണ് ബാർ ഹോട്ടൽ ഉടമകളുടെ അസോസിയേഷൻ അംഗങ്ങൾ തന്നെ പറയുന്നത്. ഉപസമിതി ഡ്രൈ ഡേ മാറ്റുന്നതുമായ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന തെളിവുകൾ. ഡ്രൈ ഡേ മാറ്റാൻ 1-ാം പിണറായി സർക്കാരിൽ തന്നെ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ചില സംഘടനകളുടെ എതിർപ്പ് മൂലം ആ നീക്കം നടക്കാതെ പോയതാണ്. ഇതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ്. അതേപോലെ ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും നേരത്തെ തന്നെ LDF സർക്കാർ ആരംഭിച്ചിരുന്നു. ഉന്നത തലത്തിൽ സംഘടനാ നേതാക്കൾ പലതവണ ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും അന്തിമ തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. 2021 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബാർ ഉടമകൾ ഇടതുമുന്നണിക്ക് കോടികൾ നൽകിയതായാണ് സ്ഥിരീകരിക്കാത്ത വിവരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനായി വീണ്ടും പണം നൽകി. ഇതിനായി തിരഞ്ഞെടുപ്പിന് മുൻപ് ബാർ ഉടമകളിൽ നിന്നും പണം പിരിച്ചതായും തിരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നതിന് മുൻപും പണം പിരിച്ചിരുന്നതായും വിവരം പുറത്തു വന്നതോടെ ബാർ ഹോട്ടൽ ഉടമകളുടെ അസോസിയേഷന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ബാർ ഉടമകളിൽ നിന്നും പണം പിരിച്ചത് തിരുവനന്തപുരത്ത് അസോസിയേഷന് വേണ്ടി വസ്തു വാങ്ങിക്കുന്നതിനാണെന്ന വാദവും പൊള്ളയാകുകയാണ്. ഡ്രൈ ഡേ മാറ്റാനുള്ള അന്തിമ തീരുമാനം വരുന്നതിന് മുൻപ് പറഞ്ഞുറപ്പിച്ച പണം നൽകണമെന്ന നിർദ്ദേശം വന്നതോടെ അടിയന്തരമായി പണം നൽകാനുള്ള നീക്കം നടന്നുവെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ചിലർ ചേർന്ന് ആവശ്യപ്പെട്ട പണം നൽകിയിരിക്കാം. ഈ പണം അംഗങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാനുള്ള ദൗത്യം അനിമോൻ ഏറ്റെടുത്തതാവാം. അനിമോൻ നേരത്തെയും ബാർക്കോഴ ആരോപണത്തിൽ ആരോപണ വിധേയനുമാണ്. KM മാണിക്ക് കോഴ നൽകിയ വിഷയത്തിൽ ബിജു രമേശ് നടത്തിയ വെളിപ്പെടുത്തലിൽ പണവുമായി പാലായിൽ KM മാണിയുടെ വീട്ടിൽ പോയത് അനിമോനായിരുന്നു. സർക്കാർ തലത്തിലുള്ള കോഴ ഇടപാട് നടത്തി പരിചയമുള്ള അസോസിയേഷൻ നേതാവ് കൂടിയാണ് അനിമോൻ എന്ന് വ്യക്തമാണ്. അനിമോൻ ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം സത്യസന്ധമായി നടത്താൻ തയ്യാറായാൽ കോഴയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരും. എന്നാൽ വിജിലൻസ് അന്വേഷണം ആ വഴിക്ക് നീങ്ങില്ലെന്ന് വ്യക്തമാണ്. സംഘടനയുടെ കെട്ടിട നിർമ്മാണത്തിനായി ഒരു ലൈസൻസ് 1 ലക്ഷം എന്ന തോതിൽ സംഘടനയ്ക്ക് നൽകിയിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. അത് കൂടാതെയാണ് ഓരോരുത്തരും 2.5 ലക്ഷം വീതം നൽകണമെന്ന തീരുമാനമുണ്ടായത്. സംഘടനയുടെ സ്ഥലം രജിസ്ട്രേഷന് വേണ്ടിയാണ് പണപ്പിരിവെന്ന ന്യായവും തെറ്റാണ്. ഇക്കഴിഞ്ഞ 23-ന് സംഘടനയുടെ കൊച്ചിയിൽ ചേർന്ന യോഗമാണ് 2.5 ലക്ഷം വായ്പയായി നൽകാനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്നാണ് സംഘടനയുടെ അധ്യക്ഷൻ സുനിൽ കുമാറിന്റെ വാദം. എന്നാൽ ഒരാഴ്ച മുമ്പ് 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന് ബാർ ഉടമകൾക്ക് ലഭിച്ചത് ഈ വാദം പൊളിക്കുന്നതാണ്. പണം നൽകാനുള്ള ശബ്ദ സന്ദേശത്തിന്റെ പിന്നിൽ ഗൂഢാലോചനയാണെന്നാണ് CPM-ന്റെയും വകുപ്പ് മന്ത്രിയുടെയും ആരോപണം. എന്നാൽ പണം പിരിച്ചത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമല്ല ലഭിക്കുന്നത്. പണം നൽകാതെ ആരും ഒരു ഫേവറും ചെയ്യില്ലെന്ന അനിമോന്റെ ശബ്ദ സന്ദേശം നൽകുന്ന സൂചനകൾ വലിയ അഴിമതിയിലേക്കാണ് എത്തുന്നത്. കോഴ നൽകിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂവെന്നാണ് ബാറുടമ സംഘത്തിന്റെ സംസ്ഥാന നേതാവ് കൂടിയായ അനിമോൻ വ്യക്തമാക്കുന്നത്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ മാറ്റാനായി ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശം കൂടി ഉണ്ടായതോടെ കാര്യങ്ങൾ വേഗതയിൽ മുന്നോട്ട് പോകുകയായിരുന്നു. ഡ്രൈ ഡേ കാരണം കോർപ്പറേറ്റുകളുടെ കോൺഫറൻസുകൾ കേരളത്തിൽ നടത്താൻ തയ്യാറാവുന്നില്ലെന്നാണ് ഉയർന്ന ആരോപണം. ടൂറിസം വകുപ്പിന്റെ നിർദ്ദേശം കൂടിയാകുമ്പോൾ 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ പെട്ടെന്ന് നീക്കാൻ സർക്കാരിന് കഴിയുമെന്നാണ് ബാർ ഉടമകളും കരുതിയിരുന്നത്. കോഴ കൊടുക്കാൻ അസോസിയേഷൻ നേരത്തെ തീരുമാനിച്ചതാണെന്ന് വ്യക്തമാണ്. ചില ബാർ ഉടമകൾ പണം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നതും. എക്സൈസ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ നിരന്തരമായി നടത്തുന്ന റെയ്ഡും പണപ്പിരിവും അവസാനിപ്പിക്കുന്നതിനായി ഒന്നും ചെയ്യാൻ സംഘടന ഇടപെടുന്നില്ലെന്ന ആരോപണം അസോസിയേഷൻ യോഗത്തിൽ ഉയർത്തിയിരുന്നു. ഇതാണ് സംഘടനയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായെന്ന് പറയപ്പെടുന്നത്. കോഴ കൊടുക്കാനായി പിരിവ് നടന്നെന്ന വാർത്ത ബാർ ഉടമകൾ നിഷേധിച്ചിരിക്കുകയാണ്. ആരും ഇത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചിട്ടുമില്ല. അതിനാൽ വിജിലൻസിന് കേസ് എടുക്കാനും കഴിയില്ല. ബാർ ഉടമകളോട് പണം ആവശ്യപ്പെട്ട് ശബ്ദ സന്ദേശം അയച്ച അനിമോനെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. മന്ത്രി MP രാജേഷിന്റെ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണവും.
കോഴ ആരോപണത്തിൽ ഗൂഢാലോചന നടന്നതായുള്ള പരാതിയിലാണ് അന്വേഷിക്കുന്നത്. അതിനാൽ ബാർ കോഴയിൽ അന്വേഷണം ഉണ്ടാവില്ലെന്ന് വ്യക്തം. ബാർ ഉടമകളിൽ നിന്നും എന്തിനാണ് ഇത്രയും തുക പിരിച്ചെടുക്കുന്നതെന്ന ചോദ്യത്തിന് ബിൽഡിംഗ് വാങ്ങാനാണെന്ന മൊഴിയോടെ അതും അവസാനിക്കും. ഡ്രൈ ഡേ തൽക്കാലം തുടരാൻ തീരുമാനിച്ചാൽ സർക്കാരും വിവാദത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടും. ഇതോടെ ബാർ കോഴ വിവാദത്തിന് പരിസമാപ്തിയാവും.